ഞാൻ ഒരു ആഗ്രഹം പറയുമ്പോ നീ എന്താ സാധിച്ചിരാത്തത്? എന്തിനാണ് ഇപ്പൊ 55,000 രൂപ മുടക്കി പശുവിനെ മേടിച്ച് പൈസ കളയണത്? പശു എന്തിനാണ് വാങ്ങണത് മാത്രം നീ ചോദിക്കരുത്. ഇവിടെ ഈ സംഗ്രഹന പശുക്കളെ പാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ശാസ്ത്രം ഒന്നെ തെളിയിച്ചിട്ടുണ്ട്. അത് A1 പാലാണ് അല്ലേ? സംഘടനത്തിന്റെ നാടൻ എന്ന് പറഞ്ഞാൽ A2 ആണ്, അറിയാമോ? അച്ഛാ ഈ A2 പാലല്ലേ ഈ ഗുണമൊക്കെ ഉള്ളത്, A1 കാര്യമില്ലല്ലോ. നീ ഒരു കാര്യം മനസ്സിലാക്കുക. തന്റെ ഈ കൊച്ചിന് എന്തിന് കവർ പാല് വാങ്ങിച്ചു കൊടുക്കണേ? അവൾ ആരോഗ്യം നോക്കണ്ടേ? നീ വേറെ വേണ്ട, നിന്റെ ആരോഗ്യം നോക്കണ്ട, എന്റെ അവളെ നോക്ക്. രണ്ടും ഒരുപോലെ തന്നെ നോക്കിയാലേ പറ്റൂ. അല്ല, സംഭവം ആക്ച്വലി വെറൈറ്റി ഐഡിയ ആണ്. പക്ഷെ 55,000 എന്നൊക്കെ പറയുമ്പോ കുറച്ച്. എന്റെ പൊന്നു മക്കൾ, ആ പശുവിന്റെ ഓണറെ കാല് കരഞ്ഞു പിടിച്ചെങ്കിലും ഒരു 50,000 ചെത്തി. ഞാനും വന്നറിയാ അപ്പ കിട്ടും. അയ്യ പാവ, അപ്പ കിട്ടും പാവ. ആ രക്ഷ വന്നല്ലോ. ഉടിയാ ഒരു 10,000 രൂപ ഇടണം. 15 ഇടണോന്നല്ല, ഇട്ട് കഴിഞ്ഞു. ചേട്ടാ വൈകുന്നേരത്തിന് മുമ്പ് എടുത്തു കൊടുക്കേ. വൈകുന്നേരത്തിന് മുന്നേ എന്തെടുത്ത് കൊടുക്ക? 10,000 രൂപ എന്തിനാ? അച്ഛന് ഗോക്കളെ മേച്ച് കളിച്ച് രസിക്കാൻ ഒരു പശുവിനെ വേണം. അതിന് 10,000 രൂപ സംഭാവന. എന്റെ 10,000 രൂപ 11,000. ചെറുക്കനെ ഇപ്പൊ വിളിച്ചാൽ അപ്പ അയച്ചുതരും. 10,000 ഒന്നും തരാൻ പറ്റില്ല, 5,000 ഞാൻ തരാം. 5,000 ഞാൻ സുധീർ വിളിച്ച് പറയാം, മക്കളെ ഒരു 55,000 അയച്ചുതരാൻ പറഞ്ഞാൽ ഇപ്പൊ അയച്ചുതരും. 10,000 തരണ ഞാൻ തരാം. സിദ്ധുവിനെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം, പോരെ? ഓക്കെ അല്ലേ? ഓക്കെ. അടുത്തത് നീലുവേ വേണ്ട, എന്റെ കയ്യിൽ കാശില്ല, തരില്ല. നീലു ഒരു 10,000 രൂപ തന്നേ പറ്റൂ. തരൂല? 5 പൈസ തരില്ലേ? തരില്ല, ഉറപ്പ്? ഉറപ്പ്. എങ്കിൽ ഞാൻ ഈ പിള്ളേർ തരണ പൈസ അഡ്വാൻസ് ആയിട്ട് അയാൾ കൊടുത്തിട്ട് പശുവിനെ വെച്ച് എവിടെ കെട്ടും എന്നിട്ട് പറഞ്ഞ് ഭാര്യയിൽ നിന്ന് മാച്ചോളാൻ പറയും. ഞാൻ ഇതിന് മുങ്ങുകയും ചെയ്യും. അപ്പൊ അങ്ങനെ നിന്നെ പിടിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പറ, 10 രൂപ തരുമോ? 10,000 തരുമോ? 2,000 3,000 10,000 രൂപ തന്നിരിക്കണം. അപ്പൊ എല്ലാം കൂടെ എത്രയാടേ? 30. ഇനി 20 വേണം. നീ 20 വേണമല്ലേ? നീലു ഒരു 10 രൂപയ്ക്ക് ഗോൾഡ് വേണം വയ്ക്കാം. എവിടെ ഇരിക്കുന്നു ഗോൾഡ്? അതൊന്നും തരാൻ പറ്റുന്നില്ല. എടി ഇപ്പോഴേ പശു ഗർഭിണിയാണ്, കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രസവിക്കും. പ്രസവിച്ച പശുക്കുട്ടിയുടെ പാലുകൂടി നിർത്തിയ ഉടനെ തന്നെ നമുക്ക് കുട്ടിയെ വെക്കാം. പിന്നെ ഇഷ്ടംപോലെ 12 മാസമാണ് പശു, വടകര പശുവാണ്. 12 മാസം കറക്കാം. നിന്റെ സ്വർണ്ണം എപ്പോ എടുത്ത് ചോദിച്ചാൽ മതി. അപ്പൊ ബാക്കി 10,000 രൂപ 10,000 രൂപയെന്ന് ഇനിയിപ്പോ എച്ചിക്കുട്ടിയുടെ മോതിരം അങ്ങ് പണയം വെച്ചാൽ. അയ്യോ, എന്റെ മോതിരം ഇപ്പൊ തരും, ഞാൻ നോക്കി നിന്നാ മതി. കൊടുക്ക്, പാല് കുടിക്കണ്ടേ, പുഷ്ടിപ്പെടണ്ടേ, കൊടുക്ക്. ഞാൻ കൊടുക്കത്തൊന്നുമില്ല. വർഷം വടകര പശു ഗർഭിണിയാ പറയാ. ഇനി കൂടുതൽ വിശദീകരിക്കണ്ട. എന്താ പിള്ളേരെല്ലാം അറിയിട്ടേ? കുഴപ്പമൊന്നും, 2 കർഷക കുടുംബത്തിലുള്ള പിള്ളേരല്ലേ, എല്ലാം അറിയണം. ഞാനൊന്ന് പോയി ഇരിക്കട്ടെ. അല്ല അച്ഛാ, ഈ പശുവിനെ മേടിക്കണ കാര്യത്തിലേ അച്ഛന്റെ സൈഡിൽ ഇത് കോൺട്രിബ്യൂഷൻ ഒന്നുമില്ല? മക്കളെ ഓർമ്മയുണ്ടാ? തോളി കോൺട്രിബ്യൂഷൻ ഉണ്ട്. നിനക്ക് എങ്ങനെ മനസ്സ് നോക്കളെ? വേണ്ടട്ടാ, നിന്നെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അച്ഛൻ്റെ എല്ലാം മറന്നല്ലേ വളർത്തിയതൊക്കെ? കിട്ടി ജയിച്ചപ്പോ എല്ലാം മറന്നല്ലേ? ഇല്ല മക്കളെ, ഇല്ല ചോദിക്കരുത് കേട്ടാ. അച്ഛൻ്റെ കോൺട്രിബ്യൂഷൻ. നീലു ഈ വടകര പശു ഉണ്ടല്ലോ, ഒരു നേരം 3 ലിറ്റർ പോലെ 5 ലിറ്റർ വരെ പാല് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം 10 ലിറ്റർ പാല് കിട്ടും. 10 ലിറ്ററേ കിട്ടുമല്ലോ. അപ്പൊ ഈ ജേഴ്സിക്കും മറ്റേനം പശുവിനൊക്കെ ഏകദേശം ഒരു 25-30 ലിറ്റർ വരെയൊക്കെ കിട്ടുമല്ലോ. നമ്മുടെ വീട്ടിൽ അവസാനം ഉണ്ടായിരുന്ന പശു ഉണ്ടല്ലോ, അതിന് ലാസ്റ്റ് 25 ലിറ്റർ വരെ കിട്ടിയിട്ടുണ്ട്. അതിന് പെട്ടെന്ന് കറ വെച്ച് വന്നേ. ഇതിപ്പോ 1 ലിറ്ററിന് തന്നെ 150 രൂപ കിട്ടും. ഇത് ഒറ്റ ലിറ്ററിന് 150 രൂപ കിട്ടും. 150 രൂപ? സിറ്റിയിൽ പോയി ചോദിച്ചു നോക്ക്, സിറ്റിയിലുണ്ട്. അതുപോലെ ഇവിടെ പശു വാങ്ങിക്കാൻ നേരത്തെ പാല് വാങ്ങിക്കാൻ ആൾക്കാർ ക്യൂ നിൽക്കും. മിക്കവാറും അടുത്ത പശുവിനെ വെച്ച് കെട്ടേണ്ടി വരും. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 1,500 രൂപയുടെ പാല് കിട്ടും. അല്ല, ഇതിന് ഫുഡൊന്നും കൊടുക്കണ്ടേ? അപ്പൊ ഹൈബ്രിഡ് പോലെ ഇത് വലിയ ഫുഡൊന്നും കൊടുക്കണ്ടെന്നേ. എനിക്ക് എന്തെങ്കിലും കൊടുത്താൽ മതി. അപ്പൊ തീറ്റ കൊടുക്കേ വേണ്ടേ? പോടാ അവിടെ നിന്ന്. നാടനായോണ്ട് കുറച്ച് തീറ്റ കൊടുത്താൽ മതി. വല്ലത് അവിടെ പുളിയങ്കുരു അങ്ങനെ വല്ലതും കൊടുത്താൽ മതി. എല്ലാം അവിടെ 70 രൂപ ആവും. അപ്പൊ പുല്ലോ ഇഷ്ടംപോലെ പറമ്പ് കിടക്കില്ല, അങ്ങ് തുറന്ന് വിട്ടണം മേയിട്ട്. പിന്നെ വല്ല വാഴക്കയ്യ കാളമുണ്ടൊക്കെ വെട്ടി ഇട്ട് കൊടുത്താൽ പോരെ. അപ്പൊ എന്തെങ്കിലും അസുഖം വന്ന് എന്ത് ചെയ്യും? അല്ല, ഇവിടെ അടുത്തങ്ങ് വെറ്റിനറി ഹോസ്പിറ്റലൊന്നും ഇല്ല, അതുകൊണ്ട് പറഞ്ഞതാ. ഇത് നാടൻ പശുവാണ്, അങ്ങനെ അസുഖം വരൂല. മഴയത്തോ വെയിലത്തോ ചെടിയിലിറങ്ങിയ കുളമ്പ് രോഗം പോലും വരൂല. അങ്ങനെ പറയാനൊന്നും പറ്റൊന്നുമില്ല. അപ്പൊ നമ്മളെ വീട്ടിൽ എത്രയോ പശുവിനെ വളർത്തിയതാണ്. അസുഖങ്ങൾ വരും, ഇടയ്ക്ക് ഓരോ ചത്തും പോകാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ പശുവിനെ കറക്കുമായിരുന്നല്ലോ.
ഞാൻ ഇഷ്ടം പോലെ പശുവിനെ കറന്നിട്ടുണ്ട്. കറന്നിട്ട് തന്നെ സ്കൂളിൽ പോണത്. അതമ്മ പറഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് കറക്റ്റായിട്ട് കറന്നതുകൊണ്ടേ കറക്റ്റ് സ്ഥലത്ത് തന്നെ ചവിട്ടും കിട്ടിയത്. കറക്റ്റ് സ്ഥലത്താ? എവിടെ അമ്മ? അച്ഛാ എവിടെ കിട്ടിയേ? അച്ഛൻ എവിടെ അച്ഛൻ ഔട്ടിട്ടേ? അത് പണ്ട്, അത് കൊച്ചില്ല, അതൊക്കെ പണ്ട്. അല്ല അച്ഛാ, ഇതിപ്പോ ആര് കറക്കും? ആര് കറക്കും? അതൊക്കെ ആലപ്പുഴ എല്ലാം സെറ്റാണ്. എടാ, ആലപ്പുഴയിൽ നിന്ന് കറവക്കാരൻ വരും, വിത്ത് മെഷീനായിട്ടാണ് പറഞ്ഞത്. ഈ മെഷീൻ കൊണ്ട് അകട്ടിൽ കയറ്റി ഇങ്ങനെ വെച്ചിട്ട് സ്വിച്ചിട്ട് കൊടുക്കും. വിത്തിൻ സെക്കൻഡ് കൊണ്ട് പാലെല്ലാം കൂടെ കുപ്പിക്കകത്താവും. അറിയാ, അതിപ്പോ എല്ലാ ജില്ലയിലും തുടങ്ങിക്കൊഴിഞ്ഞു. അല്ല, ഇതിന് പൈസ ആര് കൊടുക്കും അപ്പൊ? ഇതൊക്കെ തുച്ഛമായ പൈസ, സൊസൈറ്റി വഴിയല്ലേ ഇതൊക്കെ പറഞ്ഞേക്കെ. പിന്നെ നാടൻ ചാണകത്തിന് ബാക്ടീരിയ കൂടും, വിലയുണ്ട്, നല്ല വില കിട്ടും. ചാണകത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഇതിനൊക്കെ കുളിപ്പിക്കണ്ടേ? ഓസ് വെച്ച് അടിച്ചു കൊടുത്താൽ പോലെ. അയ്യോ അച്ഛാ, നമ്മള് മെയിൻ ആയിട്ടൊരു കാര്യം മറന്നുപോയി. ഇതിന് തൊഴുത്ത് വേണ്ടേ? ആ തൊഴുത്ത് ഇവിടെ കെട്ടാൻ പറ്റില്ല, വാടകക്കാരൻ വന്ന് ചീത്ത വിളിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, 4 വലിയൊരു കഴ വാങ്ങിക്കണം, 4 സൈഡും കുഴിച്ചു നിർത്തണം. മുകളിൽ ടാർപ്പാൾ, നീല ടാർപ്പാൾ അടിക്കണം, 3 സൈഡിലും നീല ടാർപ്പാൾ അടിക്കണം. പശു സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോളും. അപ്പൊ ഇതിന്റെ പൈസയോ? അതിപ്പോ എല്ലാം കൂടെ ഒരു 10,000 രൂപ ആവും. അതൊരു ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് നീയും കുടിയനും കൂടെ ഇട്. എന്താ ചെലവിന്റെ മുകളിൽ ചെലവാണുള്ളത്. പിന്നെ ചെലവില്ലേ? പിന്നെ ചെലവില്ലാതെ പാല് കൂറ്റണോ? നാടൻ പാല് കൂറ്റണോ? കുടിക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെലവാക്കണം. അല്ല പിന്നെ പൈസ സമാഹരിക്കാനുള്ള ഏർപ്പാടുകൾ നടത്തി പെട്ടെന്ന് നടത്തി. നാടൻ പാല് കുടിക്കാൻ വേണം, പൈസ കണക്കാരും പറ്റൂല. ഇത് നമ്മളാരും അങ്ങോട്ട് ചെന്നിട്ട് പശുവിനെ മേടിക്കാൻ പറഞ്ഞ പോലെ. അച്ഛനാണെങ്കിൽ ഒരു 5 പൈസ എടുത്തൂല.